നവംബർ 19, 2021 ഞാൻ ഉടമ്പടി എടുക്കണം. അന്ന് മുതലേ ഞാൻ മദ്യപാനം സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ലാസ്റ്റായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. കോട്ടയത്തൊരു ഓഫീസുണ്ടായിരുന്നു. ആ ഓഫീസിൽ ചെന്നിട്ട് ഞങ്ങളിങ്ങനെ ഗൾഫ് റിട്ടേണാണ്, ഇവിടെ നേഴ്സാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചുമ്മാ അങ്ങനെ ഒന്ന് അവിടെ പോയി നോക്കിയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ നിലവിൽ ഇവക്കാണെങ്കിലും ഭയങ്കര ഗ്യാപ്പുണ്ട്, വർക്കൊന്നും ചെയ്തിട്ടില്ല, ഇത്രയും ദിവസം നാട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു, നോക്കാം, പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങ് പോന്നു. അങ്ങനെ വൈകുന്നേരം വെറുതെ നമുക്കൊരു പണി അവസാനമായിട്ട് നമുക്ക് അപ്പോൾ ഈ ഇവിടെ കൃപാസനത്തിൽ ജോസഫ് അച്ഛൻ്റെ ഇത് യൂട്യൂബിൽ ഇങ്ങനെ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് അങ്ങനെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ, നമുക്ക് വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ പലതും അവിടെ ഇവിടെ എല്ലാം കാണുന്നുണ്ട്. ചാലക്കുടിയിൽ അങ്ങനെ ഉണ്ട്, പിന്നെ ഇവിടെ ഇരിങ്ങാലക്കുട ഇങ്ങനെയുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. ഇത് ഞാൻ വൈഫിനോട് ജസ്റ്റ് പറഞ്ഞു, നമുക്കൊന്ന് ഏതായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം, എന്താ അവിടെ നടക്കണമെന്നൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അങ്ങനെ പോകാൻ നേരത്ത് നോക്കുമ്പോൾ പൈസയില്ല കയ്യിൽ. വണ്ടിയിലാണെങ്കിൽ കാറിൽ ഏതാണ്ട് 600 രൂപയോളം പെട്രോൾ കിടപ്പുണ്ട്. പക്ഷേ കയ്യിലൊക്കെ പൈസ ഒന്നുമില്ല. മക്കളെയും കൊണ്ട് വന്ന് ചായ മേടിച്ചു കൊടുക്കണം, ചോറ് മേടിച്ചു കൊടുക്കണം, വെള്ളം മേടിച്ചു കൊടുക്കണം, പല കാര്യങ്ങളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് 600 രൂപ കടം വാങ്ങിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എന്തായാലും ഞാൻ സത്യം പറഞ്ഞ വൈഫിനെയും കൊണ്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഫേസ് കണ്ടിട്ട് എനിക്ക് തന്നെ മനസ്സിലായി ഇവക്കൊരു താല്പര്യം എന്നത്തേക്ക് കാണുന്നില്ല. കാരണം ഫേസ് മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവർക്ക് ഇഷ്ടമില്ല എടുക്കാൻ. പറഞ്ഞൊന്നുമില്ല എന്നോട്. എനിക്ക് വന്ന് വായിക്കാൻ പറ്റിയൊരു കാര്യമാണ്, അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്ത്, ഞാൻ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു കാര്യം ഞാൻ വീട്ടിലങ്ങനെ തുറന്ന് പറയുന്ന ഒരു സ്വഭാവം ഇല്ല എനിക്ക്. ഒരു കാര്യം ഞാൻ പറയത്തില്ല. അങ്ങനെ എന്താ നിയോഗം എന്താ എഴുതാൻ പോണേന്ന് ചോദിച്ചു പിള്ളേനോട്. ഞാൻ പറഞ്ഞിങ്ങനെ നിൻ്റെ ജോലിയുടെ കാര്യം എഴുതാൻ പോണേ, ഇന്നലെ നമ്മളവിടെ പോയതല്ലേ, എന്തെങ്കിലും നടക്കുമെന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകും തോറും നമുക്ക് വിശ്വാസം കൂടി വരിക. കാരണം ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയത് എനിക്കറിയാം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. കാരണം അതിനകത്ത് കറക്റ്റായിട്ട് എഴുതുന്നുണ്ട്, മദ്യപിക്കരുത്, പല കാര്യങ്ങളും, പാവപ്പെട്ടവരെ സഹായിക്കണം. അങ്ങനെ നമ്മുടെ ഇപ്പോൾ സഹായിക്കാനൊന്നുമില്ല, നമ്മൾ ആരെങ്കിലും സഹായിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ പരുവത്തിൽ ഞാൻ നിൽക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃപാസനത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും ഏതെങ്കിലും ഒരു പേപ്പറിൽ ഞങ്ങൾ കറക്റ്റായിട്ട് റെഡിയായിട്ട് നിങ്ങൾക്കെല്ലാം പെട്ടിക്കകത്തായിട്ട് കാണാമായിരുന്നു. കാരണം ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ തന്നെ ഞങ്ങൾ ചെയ്യാൻ തന്നെ തീരുമാനിച്ചതും. കാരണം വീട്ടിൽ പോയിട്ട് അന്ന് ഒരു 3 ദിവസത്തിനുള്ള ഒരു ചാൻസ് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവർക്കെല്ലാം വിഷം കൊടുത്തിട്ട് ഞങ്ങൾ വിഷം കഴിച്ച് മരിക്കാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് ചെന്ന് വീട്ടിലെത്തിയത് 5:25-നാണ്. 5:30 എനിക്ക് കോട്ടയത്ത് നിന്ന് ആ നമ്പർ എനിക്ക് അറിയത്തില്ല, ഒരു ലാൻഡ് ഫോണിൽ നിന്ന് കോൾ വരുന്നത്. ആ ഫോൺ ഞാൻ എടുത്ത് നോക്കുമ്പോൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി 7 ലക്ഷം രൂപ കൊണ്ടുപോയി അടയ്ക്കാൻ പറഞ്ഞു ആ ട്രാവൽസിൽ. ഗ്യാപ്പ് പ്രശ്നമല്ല, ILTC വേണ്ടെന്നല്ലോ, ILTC വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ തൽക്കാലം നിങ്ങൾക്ക് കയറ്റിവിടാൻ പറ്റിയ ഒരേ ഒരു ചാൻസ് ഇതുള്ളൂ, ഇത്രയും പൈസ കുറഞ്ഞൊരു ചാൻസ് വേറെ വരില്ലെന്ന് പറയാം. ഈ 7 ലക്ഷം രൂപ അരി മേടിക്കാൻ പൈസ ഇല്ലാത്ത ഞാൻ എവിടെ പോയിട്ട് 7 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പോണത്? ഞാനിങ്ങനെ ശരി ഓക്കെ എന്നും പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോൾ എത്ര ദിവസം ഗ്യാപ്പ് ഉണ്ടെന്ന് ചോദിക്കുകയാണ് അവരോട്. 6 ദിവസം സമയം തരണം ഞങ്ങൾക്ക്. 6 ദിവസം കൊണ്ട് 7 ലക്ഷം രൂപ. 45 രൂപ കൊടുത്ത് അരി മേടിക്കാൻ പറ്റണില്ല, 50 രൂപ കൊടുത്ത് പാല് മേടിക്കാൻ പറ്റണില്ല. ഞങ്ങളെങ്ങനെ പോവാം? ഞാൻ പറഞ്ഞു ശരി നോക്കട്ടെ, എന്തെങ്കിലും ആവോ നോക്കാം. എന്തായാലും ആ ഒരു ചാൻസ് തന്നത് എന്തായാലും ഈ കൃപാസന മാതാവ് തന്നെ, വേറെ ആരുമല്ല, 100% ഉറപ്പാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഫാമിലിയിലൊരു ഫ്രണ്ട് തൃപ്പൂണിത്തുറയുള്ളതാണ്. ആ സാറ് ശരിക്കും പറഞ്ഞാൽ മാതാവ് അയച്ച ശരിക്കും പറഞ്ഞാൽ ദൈവദൂതൻ്റെ സ്ഥാനത്ത് തന്നെ കാണുന്നു. ആളെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങളെ വിളിച്ചിട്ട് എന്താ നിങ്ങളുടെ അടുത്ത സ്റ്റേജ് എന്താ? അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ അയാൾക്ക് അറിയാം. ഞാൻ ആ ഫ്രണ്ടിനോട് പറഞ്ഞേക്കണതാണ്, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇങ്ങനൊരു കാര്യമുണ്ട്, എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞേക്കണതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നെക്കൊണ്ട് പൈസയായിട്ടൊന്നും സഹായിക്കാൻ പറ്റത്തില്ല, അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നിനക്ക് എവിടെയെങ്കിലും വിളിച്ച് പറഞ്ഞ് നിനക്ക് നാട്ടിലൊരു ജോലി വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷേ ആ ജോലി വാങ്ങിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ തീരണില്ല. കാരണം വീട് ഓൾറെഡി 10 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ അന്ന് സിൻഡിക്കേറ്റ് ബാങ്കാണ്, ഇപ്പോൾ അവർ കാനറ ബാങ്കായിട്ട് ഒന്നായി. 10 ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും കൊണ്ടുവന്ന് ആകെ 5 സെൻറ്റ് സ്ഥലം. വീട്ടിലാണെങ്കിൽ തമ്മിത്തലിൻ്റെ മേളിൽ തമ്മിത്തല്, ഒരു സംഗതിയും തരില്ല എന്ന്. അങ്ങനെ പല പ്രശ്നങ്ങളും. കാരണം എനിക്കിപ്പോൾ എന്തെങ്കിലും തന്നാൽ നിനക്ക് 4 പെൺകുട്ടികളാണ്, നീ അത് വീണ്ടും വിറ്റ് വെള്ളം കുടിക്കുമെന്നാണ് വീട്ടിൽ പറയണത്. നിനക്ക് ഉണ്ടാക്കിയത് നീ മുഴുവൻ കളഞ്ഞു. അങ്ങനെ കുറേ കുറ്റങ്ങൾ അങ്ങനെ കുറേ സംസാരിച്ച് ഏറ്റവും അവസാനം ഈ സാറ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ട്രാവൽസിലെ നമ്പർ എനിക്ക് കൊടുക്കാൻ പറയാണ്. ഈ 6 ദിവസം സമയം തന്നേക്കണം. സെക്കൻഡ് ഡേയിലാണ് ഈ ഫോൺ വരുന്നത്. അങ്ങനെ ഈ നമ്പർ കൊടുത്ത് സാർ അവിടെ സംസാരിക്കുന്നു. തൃപ്പൂണിത്തുറയുള്ള ചോയ്സ് സ്കൂളിൻ്റെ അടുത്ത് താമസിക്കുന്ന ജിജി ഭവനിൽ ജിജി എന്ന് പറയുന്ന സാറാണ്.
പുള്ളി വെളിയിൽ നല്ല വെൽ സെറ്റപ്പിൽ തന്നെയാണ്. പുള്ളി അത്യാവശ്യം എല്ലാവരും സഹായിക്കലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പുള്ളി മാത്രമാണ് എന്നെ സഹായിക്കാനായിട്ട് ഫ്രണ്ടിലോട്ട് വന്നത്. പക്ഷേ അത് പുള്ളിനെ കൊണ്ട് സഹായിപ്പിച്ചതാണ്. അല്ലാണ്ട് 7 ലക്ഷം രൂപയെന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകാരൻ്റെ വൈഫിൻ്റെ ID കാർഡ് കൊണ്ടും കൊടുത്താലും ലോൺ കിട്ടത്തില്ല. 7 ലക്ഷം രൂപ ആര് തരാൻ? പുള്ളി ആ ട്രാവൽസിൽ സംസാരിച്ചിട്ട് ഡയറക്റ്റ് എൻ്റെ കയ്യിലോ എൻ്റെ കുടുംബത്തിലേക്കോ പുള്ളി പൈസ തന്നില്ല. പുള്ളി ഡയറക്റ്റ് ട്രാവൽസിൽ പൈസ അടച്ചു. 7 ലക്ഷം രൂപ കംപ്ലീറ്റും അടച്ചു. എനിക്ക് അത് കൂടാണ്ട് വേറെ കുറച്ച് പൈസയും അയാൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നു. വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നടത്താൻ പറയുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ടിങ്ങാണ്. പിന്നെ അങ്ങോട്ട് ഓരോ പടി പിന്നെ മുകളിലേക്ക് കയറുക. അപ്പോൾ എനിക്ക് കാണാം ഞാനിങ്ങനെ കയറി പോണത്. 3 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഒരു സ്ഥലത്തിൻ്റെ കച്ചവടം നടക്കുന്നു. അതിൽ നിന്ന് 1 ലക്ഷം കിട്ടുന്നു. പിന്നെ അത് കഴിയുമ്പോൾ എൻ്റെ സിസ്റ്റർ നാട്ടിൽ വരുന്നു. സിസ്റ്ററിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് പറയാണ്. സിസ്റ്റർ എന്ത് ചെയ്യുന്നു? ഞാനൊരു ബിൽഡിങ് കാണിച്ചു കൊടുക്കുന്നു. കോലഞ്ചേരി സിറ്റിയിൽ അവൾ ആ കടമുറി വാങ്ങുന്നു. അതിൻ്റെ കമ്മീഷൻ അവക്കടെ നിന്ന് എനിക്ക് കമ്മീഷൻ മേടിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുമ്പോഴും എനിക്ക് അവളുടെ കമ്മീഷൻ മേടിക്കാനും പറ്റത്തില്ല. കാരണം അതിന് മാത്രം അവളെനിക്ക് തന്നേക്കണ പൈസ ഇപ്പോഴും അതിൻ്റെ അത് ഇവൾ പറയും ഈ മിനിങ്ങാന്നുണ്ടായ സംഭവം. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കേണ്ട സ്റ്റേജിലേക്കാണ് വന്നേക്കണേ മിനിങ്ങാന്ന്. ശരിക്കും ഇന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇന്ന് കൃപാസനത്തിൽ ഇത് പുതുക്കണ ദിവസമാണെന്നോ ഞങ്ങളുടെ ഉടമ്പടി ഇന്ന് തീരുകയാണെന്നോ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഇന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് മക്കളെയും കൂട്ടിയിട്ട് ഇന്ന് കയറി പറഞ്ഞേ പറ്റുള്ളൂ. അതിനുവേണ്ടി വരുമ്പോഴാണ് എൻ്റെ ഉടമ്പടി തീർന്നതായിട്ട് ഞാൻ അറിയണത്. ഇവിടെ നോക്കുമ്പോൾ പറഞ്ഞു ഉടമ്പടി പുതുക്കിയാലേ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് അതറിയണേ. കയ്യിലുള്ളത് തന്നെ തീർക്കാൻ പറ്റാത്തത്ര പൈസ ഉണ്ടായിരുന്നു. ഒരു ദിവസം എനിക്ക് 30,000 ദിറംസിന് മേലെ ദുബായിൽ വരുമാനം ഉണ്ടായിരുന്നു. ദിറംസാണ് പറയുന്നത് ഒരു ദിവസം. ശരിക്കും ഈ കുടിയൊക്കെ പഠിക്കുന്നത് ഞാൻ ദുബായിൽ നിന്നാണ്. എനിക്ക് സ്വന്തമായിട്ട് ഡാൻസ് ബാർ ഉണ്ടായിരുന്നു. 3 ഡാൻസ് ബാറായിരുന്നു. അതുകൂടാതെ ബിൽഡിങ് 10-21 വില്ല, ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. ഞാൻ അവിടെ ലാൻഡ് ക്രൂയിസറിൽ നടന്നുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സൗദിയിൽ പോയിട്ട് ഈ ഭാര്യ നേഴ്സാണ്. അവക്കടെ ബാക്കിലാണ് ഞാൻ പോണേ. അവിടെ ചെന്നിട്ട് ഞാൻ ഇവിടെ ജോലിക്ക് പോലും വിട്ടില്ല. കാരണം എനിക്ക് അവിടെ ചെന്നിട്ട് ഞാൻ 100 പേരെ 104 പേരോളം നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് മാൻ പവർ കമ്പനി സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഒരു ദിവസം എനിക്ക് കുറഞ്ഞത് നമ്മുടെ നാട്ടിൽ 25,000 രൂപയിൽ മേലെ വരുമാനമുണ്ട് ഒരു ദിവസം. അത്ര സെറ്റപ്പിൽ നിന്നാണ് വീണ്ടും താഴേട്ട്. കാരണം അവിടുത്തെ നിയമങ്ങളെല്ലാം മാറി, എല്ലാം പ്രശ്നത്തിലേക്ക് പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ നാട്ടിൽ വന്ന കൊറോണ വന്നു. അതങ്ങനെ 10 ലക്ഷം രൂപയ്ക്ക് ലോൺ കൊണ്ടുപോയി വെച്ചു ബാങ്കിൽ. ലോണിൻ്റെ കേസുകൾ ആൾ പറയും. ആ പൈസ ഞാനൊന്നും കഴിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തതല്ല. അത് എൻ്റെ സ്വന്തക്കാരെ വിശ്വസിച്ചത് അങ്ങനെയാണ്. പക്ഷെ ഞാൻ പുറത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, അത്രയും സിറ്റുവേഷനാണ്. കാരണം വെളിയിൽ പോയി നിന്ന ആൾക്കാർ നാട്ടിലിപ്പോൾ 1 ലക്ഷം രൂപയുടെ പണി കൊടുത്താൽ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത് നാണക്കേട്, 2 പ്രസ്റ്റീജാണല്ലോ മെയിൻ എന്തുകൊണ്ടും. കാരണം നാട്ടിൽ നമുക്ക് അങ്ങനെ വന്ന് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. പുറത്ത് പോയി എന്ത് പണി ചെയ്യാനും റെഡിയാണ്, നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വീണ്ടും ഈ ട്രാവൽസിൽ പോയി വന്ന് ഇപ്പോൾ ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്നത് ഇവക്ക് ബയോമെട്രിക്കിന് നിൽക്കുകയാണ്. ബാലൻസ് ഉള്ളതെല്ലാം എൻ്റെ അമ്മ എനിക്ക് നടത്തി തന്നിട്ടുണ്ട് ഈ ടൈം വരെ. കാരണം ഞാൻ കൃപാസനത്തിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് തോന്നണ സമയത്ത് അന്നും എനിക്ക് വീണ്ടും ഓരോരോ കാര്യങ്ങൾ നല്ലത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ചെറിയൊരു പരിപാടിയും കൂടി ഓപ്പൺ ചെയ്തു. വെളിയിലേക്ക് എനിക്ക് നല്ല കോൺടാക്റ്റാണ് വെളിയിൽ, സൗദിയിലായാലും ദുബായിലായാലും. സൗദിയിൽ 6 വർഷത്തോളം ഉണ്ടായിരുന്നു, ദുബായിൽ 12 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ കോൺടാക്റ്റിൽ എനിക്ക് പുറത്തുനിന്നൊരു ചെറിയൊരു ചാൻസ് കിട്ടി വെളിയിലേക്ക് ആളെ വിടാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പ്രോസസ്സിങ് എല്ലാം ഓരോരുത്തരെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക. എൻ്റെ കൂടെ തന്നെ എല്ലാ ആൾക്കാരും ഓരോ പേപ്പർ റെഡി ആകുമ്പോഴും കൃപാസനത്തിൽ വന്നു പോകുന്നുണ്ട്. കാരണം അങ്ങനെ എനിക്ക് അതിനൊരു ചാൻസെങ്കിലും കിട്ടിയ കൃപാസനത്തിലൊന്ന് പറഞ്ഞു വിടാൻ. എനിക്ക് ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇങ്ങനെ എൻ്റെ എനിക്ക് ഒരു നാണക്കേടുമില്ല എവിടെ വിളിച്ച് പറയാനും. കാരണം എന്നെ കൊണ്ടുവന്ന് ഇപ്പോൾ ഈ ഇവിടെ നിർത്തിയേക്കുന്നത് മരണത്തിൻ്റെ മേളിൽ നിന്നാണ്. കാരണം ഞാൻ 100% തീരുമാനിച്ച എൻ്റെ വീട്ടിൽ ഞാൻ അത് ഇത്രയും എടുത്ത് പറയാനെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഇവർക്കുള്ള സാധനം എല്ലാം ഞാൻ വീട്ടിൽ 70 രൂപ മുടക്കി മേടിച്ച് വെച്ചായിരുന്നു ഇവർക്ക്. കാരണം ഇവരെ ഞാൻ വിട്ടച്ചു പോയി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് കൊത്താൻ കൊടുക്കാൻ ഞാൻ വിടില്ല. കാരണം ഇവർ മരിച്ചതിന് ശേഷം ഞങ്ങൾ ഇടളം മരിക്കും. ആ തീരുമാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞിട്ട് മരിക്കാൻ പോയിട്ട് ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കാൻ പേടിയാവണം എനിക്ക്. കാരണം ഇവരൊക്കെ നല്ല എന്തായാലും അമ്മ അധികം താമസിക്കാണ്ട് ഇവിടെ അവിടെ എത്തിക്കും. അതിനൊന്നും ഒരു തടസ്സവും വരില്ല, എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഞാൻ അന്ന് മുതൽ ഈ സമയം വരെ ഫസ്റ്റ് എൻ്റെ ഏറ്റവും ട്രെയിനിങ് പോയിൻ്റ് എൻ്റെ കള്ളൂടി നിർത്തിച്ചത് എന്നെ കൊണ്ട്. ആ കള്ളൂടി നിർത്തിയതിന് ശേഷം ഇങ്ങോട്ടും അമ്മ പറയണ ഓരോ കാര്യങ്ങളും എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഒരാളോട് ഞാൻ ചൂടായിട്ട് വൈകുന്നേരം ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് നന്നായിട്ട് ആരോ വന്ന് പറയണ്ട എൻ്റെ ചെവിയിൽ, നീ ഇന്ന് ആ വയസ്സായ ആളോട് അത് സംസാരിച്ച് ശരിയായില്ല. ആരാ പറയണമെന്ന് എനിക്കറിയില്ല. രാവിലെ ഞാൻ അയാളുടെ അടുത്ത് ഫസ്റ്റ് പല്ല് തേക്കാനല്ല പോണേ, ഞാൻ അയാളുടെ വീട്ടിൽ പോയി മാപ്പ് പറഞ്ഞു. എനിക്ക് അറിയാതെ ഇന്നലെ പറ്റിപ്പോയതാണ്. കാരണം ഞാൻ പെട്ടെന്ന് ചൂടാണോ പ്രാർത്ഥനക്കാരനായിരുന്നു. മുമ്പെന്ന് പറയാൻ കഴിച്ച് നടക്കണോണ്ട് ആരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ്, ഞാൻ ആരെയും തല്ലും.
അതിന് ഇഷ്ടംപോലെ കേസും ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇനി ഈവൻ ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ടവർക്ക് ഞാൻ ഇതിനകത്ത് ഒരു പറഞ്ഞു വന്നപ്പോൾ എല്ലാം കൂടി അങ്ങ് പറഞ്ഞേക്കാം. അപ്പോൾ എനിക്ക് ഇച്ചിരി അഹന്തയും കൂടെ ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്ന് നേരെ നോക്കാൻ ആരുമില്ല, ആരെ പേടിക്കാനാ, ഒന്നുമില്ല. അവിടെ മുതലും എനിക്ക് നല്ല നല്ല സംഭവങ്ങളാണ്. എനിക്ക് അന്നും പള്ളിയോട് ഇച്ചിരി അടുപ്പം കൂടുതലുണ്ട്. ഗീവറീസായുടെ നാമത്തെ പോവുക, കല്ലൂർ മാതാവിൻ്റെ അടുത്ത് പോവുക, വേളാങ്കണ്ണി പള്ളിയിൽ പോവുക, ഇതൊക്കെ എൻ്റെ ഒരു ഇതാണ്. പക്ഷേ പോകുമ്പോഴും കഴിച്ചേ പോവാറുള്ളൂ. കള്ളു കുടിച്ചിട്ട് പോയുള്ള സംഭവങ്ങളാണ് അധികവും. കാരണം പൊതുവേ ഞങ്ങൾക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, ഞങ്ങൾക്കെന്ന് പറയാനില്ല, പൊതുവേ ആ പ്രായത്തിൽ പേടിയില്ല. രണ്ടെണ്ണമൊക്കെ അടിച്ച് പോയി മധുവായുടെ ഫ്രണ്ടിലേക്ക് നിൽക്കുമ്പോൾ ഒരു രസമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പം അത് അന്ന് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും എല്ലാത്തിനും ഇനി എവിടെ പോയി പറയാനും എനിക്ക് ആരുടെ മുന്നിൽ പോയി പറയാൻ എനിക്കൊരു മടിയില്ല. കാരണം ഇതുങ്ങളിപ്പോൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഈ മാതാവിൻ്റെ അനുഗ്രഹം, തിരുകുമാരൻ്റെ അതേ കഴിവോടി തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞങ്ങളെ എപ്പോഴും പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂസ് കാണാനുള്ളൊരു പരിവം. കടം മൂത്ത് ഒരു കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്തു. ഇവർ മരിച്ചതിന് ശേഷം ഇപ്പം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, എന്നാലും പറയാം, ഇവരെ കൊന്നതിന് ശേഷം ഞങ്ങൾ രണ്ടാളും ആത്മഹത്യ ചെയ്യാനായിട്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഞങ്ങൾ മാറ്റി കൊണ്ടുവന്നു. പിന്നെ വീടിൻ്റെ സംഭവം മിനിയാന്നുണ്ടായത്, കാരണം ഇപ്പോൾ ഈ ഇടയായിട്ട് ഏറ്റവും കൂടുതൽ മാതാവിനെ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന ആൾ എൻ്റെ സഹധർമ്മിണിയാണ്. എപ്പോഴും അച്ഛൻ്റെ യൂട്യൂബിൽ ഞാൻ എപ്പോൾ വന്നാലും, മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ, ഇന്നലെ ഞാൻ സാക്ഷ്യത്തിൽ കണ്ടായിരുന്നു, ആ മാഡത്തിൻ്റെ സീരിയലൊക്കെയാണ് പുള്ളിക്കാരി എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. ഇന്നലെ മിനിങ്ങന്നൊരു സാക്ഷിയോട് പറയണ്ടായിരുന്നു, ആ മാഡത്തിൻ്റെ ഫുൾ ആരാധകയും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഏത് സീരിയലും ആദ്യം കാണണം, ഏത് സിനിമ വന്നാലും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തുള്ള കാര്യങ്ങളിലേക്ക് പോവുക, ആങ്ങളേനെ വിളിച്ചു പറയുക. പിന്നെ അതിൻ്റെ അവക്കടെ സാക്ഷി അവൾ പറഞ്ഞോളൂ, അവർക്കും സാക്ഷ്യമുണ്ട്. കാരണം ഹസ്ബൻഡിൻ്റെ ബാക്കിൽ വന്ന് അന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്ന് ഹസ്ബൻഡിനെ അവൾ നല്ല രീതിയിൽ ബഹുമാനിക്കേണ്ടതെന്ന് ഞാൻ പറയണ്ട, അവൾ പറഞ്ഞോളൂ അത്. കാരണം അത്രയും വിശ്വാസമുള്ള സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടത്. കാരണം ഇത് എനിക്കറിയാം, വേറെ എവിടെ പോയി പ്രാർത്ഥന കേട്ടത്തില്ല. എന്നോട് പലരും പല വിധത്തിൽ പല രീതിയിലും എന്നോട് ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞു, ഒരു 10,000 രൂപ മുടക്കുമ്പോൾ ഒരു പൂജയുണ്ട്, ചെയ്തു നോക്കാം. വേറെ സ്ഥലത്തൊരു സംഭവം, ഞാൻ പിന്നെ എല്ലാ കാര്യവും വിശ്വസിക്കൂട്ടപ്പെട്ടെന്ന്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഉറച്ച മനസ്സല്ല. പക്ഷേ ഇതിൽ ഇനി ആർക്കും എന്നെ മാറ്റാൻ പറ്റില്ല. അതിനകത്ത് ഇനി എന്ത് കളിച്ചിട്ടും കാര്യമില്ല. ഈ ഒരു മാതാവിൻ്റെ അടുത്തുള്ള അനുഗ്രഹം ഇനി അതിനകത്ത് ഞാനൊരു ഇപ്പോഴോ കറക്റ്റ് ഓർക്കണം, രാവിലെ പ്രതീക്ഷ പേപ്പർ കൊണ്ട് കൊടുക്കാനായിട്ട് നമ്മൾ രാവിലെ ഒരു 3:45 4 മണിയായി കാണും. ഞാൻ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോട്ടെ അങ്ങ് വണ്ടി കൊണ്ട് ചെല്ലുമ്പോൾ വണ്ടി കൊണ്ട് നിർത്തി ഞാൻ പ്രതീക്ഷാകരണത്തിന് പേപ്പർ എടുത്ത് കൊടുക്കുന്ന സമയത്ത് എന്നോട് അവർ പേരെനിക്കറിയത്തില്ല, അവർ 3 പേരുണ്ട്, 2 പേര് ആ പത്രം മേടിച്ചു. മൂന്നാമത് അവർ പറഞ്ഞ് കൃപാസനത്തിലെ പേപ്പറാണോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് മനസ്സിലാക്കണമല്ലോ, ഞാനും ഇവിടെ ആദ്യമായിട്ടാണല്ലോ വന്നത്. എനിക്കിത്ര അനുഗ്രഹം ഓരോന്നോരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുക. എന്താ കാരണം എന്ന് അറിയാൻ വേണ്ടി വട്ടം ചിരിച്ച് വന്നപ്പോൾ അവർക്ക് ബാഡ് ഇമ്പ്രഷൻ ആരോ പറഞ്ഞു കൊടുത്തേക്കണം. പക്ഷേ എൻ്റെ വീട്ടിൽ അവർ അന്വേഷിച്ച് വന്നു. 1 മാസത്തിനുള്ളിൽ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അവരെ പത്രം വാങ്ങിയിട്ട് അവർ പറഞ്ഞു, എൻ്റെ വീട്ടിൽ എപ്പോൾ പത്രം ഇടുകയാണെങ്കിൽ എൻ്റെ വീട്ടിലിടണം, എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്. ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറയണത് അവർക്ക് ഉറങ്ങാൻ സാധിക്കണില്ല, മെൻ്റലി ഡിപ്രഷനാണ്. ആ പത്രം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ സമയം മുതൽ ഞാൻ അവരോട് ചോദിച്ചു എന്താ കാരണം എന്ന് ചോദിച്ചു. അവരെന്നോട് ഒരു വല്ലാത്തൊരു നോട്ടാന്ന് നോക്കി. കാരണം ഞാൻ ആ സ്ത്രീനെ അറിയത്തില്ല. ആ സ്ത്രീ ആ റോട്ട നടന്നു പോകണ, രാവിലെ നടക്കാൻ ഇറങ്ങിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സമയത്ത് 3-4 പേരുണ്ട്, അതിൽ 3-4 പേരുണ്ട്. അതിൽ ആ 3 പേര് കറക്റ്റായിട്ട് അവർ ആ പേപ്പർ വാങ്ങുകയും ചെയ്തു. ഒരാൾ എനിക്ക് വേണ്ടാന്ന് പറയുകയും ചെയ്തു. അത് അങ്ങനെ ഇപ്പോൾ അവർ വന്ന് മാപ്പ് പറഞ്ഞതിൽ ഒരു നല്ലതെന്നല്ല പറയണേ. പക്ഷേ അവർക്കും ഇപ്പം അതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും നമ്മളോട് ഇതിനെ എതിർത്ത് പറഞ്ഞ ആൾക്കാർ മുഴുവൻ ഓരോന്നാണ്. എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, പേര് ഞാൻ പറയുന്നില്ല, അവൻ തമ്പു എന്ന് വിളിക്കുന്നു, കോലഞ്ചേരിയുള്ള. അവൻ എന്നോട് പറഞ്ഞു ഇവിടെ കാശിൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞ്, മൊത്തം പൈസയുടെ ഏർപ്പാടാണ് ഇവിടെ, നീ അല്ലാണ്ട് ഈ കാര്യത്തിനൊക്കെ പോവോ, നിനക്ക് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നീ ഡയറക്റ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരെ, നീ എന്തിനാ മാതാവിനോട് പറയാൻ പോണേ. അങ്ങനെ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ട് എന്നെ കുറേയൊക്കെ ചിറ്റിക്കാൻ നോക്കി. എന്നാലും ഞാൻ കുഴപ്പമില്ല, ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞിട്ട് മാതാവ് തന്നെ എനിക്ക് അനുഗ്രഹം വാങ്ങിത്തരട്ടെ എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് തന്നെ ഞാൻ മുന്നോട്ട് പോയേ. ഇന്നെനിക്ക് വളരെയേറെ സന്തോഷത്തോടെ നിൽക്കണേ. ഇപ്പം എന്തായാലും ബയോമെട്രിക് കഴിഞ്ഞിരിക്കണം എൻ്റെ ഭാര്യയ്ക്ക്. ഇനിയും നല്ല അനുഗ്രഹം അമ്മ കൊടുക്കുമെന്നറിയാം. അവൾക്ക് ബയോമെട്രിക്കിന് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ ദൈവം അനുഗ്രഹിച്ച മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് 4-5 ദിവസത്തിനുള്ളിൽ അവൾക്ക് ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. അത് കഴിഞ്ഞ് അവൾക്ക് കയറിപ്പോവാം. പിന്നെ അവൾക്ക് പറയാനുള്ളത് അവൾ പറയട്ടെ. ഈശോയ്ക്കും തിരുമാറിനും 1000 നന്ദി. ഞാൻ ആദ്യം ഇവിടെ വന്നത് ഒട്ടും വിശ്വാസമില്ലാതെയാണ് വന്നത്. അത് കഴിഞ്ഞ് ദൈവം തന്ന ഓരോ അനുഗ്രഹങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം തോന്നിയത്. ആദ്യം എനിക്ക് പറ്റിയത്, ഞാൻ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ പാസ്പോർട്ട് കൊണ്ടുകൊടുത്തു PCC എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം പറയുകയാണ് എൻ്റെ പാസ്പോർട്ടിന് വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട്
9 മാസത്തെ വാലിഡിറ്റി ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ചെന്ന് PCC എടുക്കാൻ ചെന്നപ്പം അവർ പറഞ്ഞു പാസ്പോർട്ട് പുതുക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഡേറ്റ് എടുത്ത് പാസ്പോർട്ട് പുതുക്കാൻ ചെന്നപ്പോൾ പറയാണ് എൻ്റെ പാസ്പോർട്ട് സിസ്റ്റത്തിലില്ല, അങ്ങനെ ഒരു നമ്പറേ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു നിങ്ങൾ റിയാദിലൊന്ന് അന്വേഷിക്കുക. റിയാദിലാണ് പാസ്പോർട്ട് എടുത്തായിരുന്നത്. അപ്പം ഞാൻ ചെന്ന് റിയാദിൽ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞപ്പം അവരൊരു ഫയൽ നമ്പർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചെന്ന് റിയാദിൽ ആരെയും കണ്ട് അന്വേഷിപ്പിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു ഫയലോ പാസ്പോർട്ടോ എൻ്റെ റിയാദ് സിസ്റ്റത്തിലും ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പറഞ്ഞു നമുക്കൊന്ന് പനമ്പള്ളി നഗറിൽ പാസ്പോർട്ട് ഓഫീസിൽ പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞ് അവിടെ കൊറോണ കാരണം ഉള്ളിൽ കയറ്റില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം, ആ ഗേറ്റിംഗ് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു സെക്യൂരിറ്റിയോട് ഒന്നോട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉള്ളിൽ ചെന്ന് പറഞ്ഞു നിങ്ങൾക്ക് തന്ന ഫയൽ നമ്പർ മാറിപ്പോയതാ, ഇതാണ് നമ്പറെന്നും പറഞ്ഞ് വേറൊരു ഫയൽ നമ്പർ വന്നു. അപ്പം ഞങ്ങൾ സൗദി അവിടെ ചേട്ടയുടെ ഫ്രണ്ട് ചെന്ന് അന്വേഷിച്ചപ്പോൾ പറയുകയാണ് അങ്ങനെ ഒരു ഫയലുണ്ട്, എൻ്റെ പാസ്പോർട്ടുണ്ട് എന്ന്. അങ്ങനെ 2 മാസം ഞാനൊരു പാസ്പോർട്ടിന് വേണ്ടി പുതുക്കാൻ വേണ്ടി നടന്നിട്ട് ആ നിമിഷം മാതാവിന് അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് പാസ്പോർട്ട് ഒരു ദിവസം കൊണ്ട് പാസ്പോർട്ട് പുതുക്കി എനിക്ക് പുതിയ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. അത് മാതാവ് ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. കാരണം അത്രയ്ക്ക് വിഷമിച്ചിരുന്ന സമയത്ത് ആ പാസ്പോർട്ട് എനിക്ക് 2 മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറാത്ത സ്ഥലങ്ങളില്ല, പാസ്പോർട്ടിന് വേണ്ടിയിട്ട് വിളിക്കാത്ത സ്ഥലങ്ങളില്ല. റിയാദിൽ എംബസിയിൽ അവിടെ നിന്ന് ആൾക്കാരെ വിട്ട് 3 പ്രാവശ്യം ചെന്ന് അന്വേഷിച്ചപ്പോഴും ഫയലില്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് മാതാവ് കാണിച്ച അത്ഭുതത്തെ ഞാൻ ഒരിക്കലും അത് മറക്കില്ല. അതുപോലെ ഞങ്ങൾ 3 ദിവസം മുമ്പ് അവർ ബാങ്കിൽ നിന്ന് വന്ന് പറഞ്ഞു കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങളെടുത്ത ലോണാണ് അത്. കൊറോണ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും അടയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അടച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് 7 ദിവസം സമയം അവർ തന്നത്. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് തലേദിവസം 80,000 രൂപ ചേട്ടാ ശരിയാക്കി. മിനിമം 1 ലക്ഷം രൂപ അവർ അടയ്ക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അന്ന് എന്തെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് തലേദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. പിറ്റേ ദിവസം രാവിലെ ചേട്ടായിട്ട് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുപോയി ബാങ്കിൽ നിന്ന് പൈസ അടച്ചോളാൻ പറഞ്ഞു. മാതാവ് അന്നേരം ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ദൈവമേ എൻ്റെ പിള്ളേരുടെ കിടപ്പാടം ഇല്ലാതാക്കരുതേ എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിന് ദൈവം അന്നേരം മാതാവ് ഞങ്ങൾ പ്രവർത്തിച്ചു. ഇത്ര അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണ്. ഞാൻ ഈ സാക്ഷ്യം ഇവിടെ വന്ന് പറയും. ശനിയാഴ്ച ഞങ്ങൾ പൈസ അടച്ചു, തിങ്കളാഴ്ച ഇവിടെ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ മാതാവിന് ഉറപ്പ് കൊടുത്തിട്ടാണ് ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ എൻ്റെ കുടുംബവും എന്നും മാതാവിനും തിരുക്കുമാരനും സാക്ഷിയായിട്ട് ജീവിക്കുമെന്ന് ഞങ്ങളിവിടെ ഉറപ്പ് തരുന്നു.